നമ്മുടെ പയറിൻ്റെ നീളം കണ്ടോ? ഡർക്കമംഗള പയറാണ് കണ്ടോ, എന്തോരം നീളം നോക്കി. ഇപ്പം നമ്മുടെ കുമ്പളങ്ങയിൽ കണ്ടോ, ആദ്യത്തെ കുമ്പളങ്ങ കണ്ടോ പിടിച്ചു വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, മത്തൻ വളർന്നു വരുന്നുണ്ടോ? നല്ല രീതിയിൽ മത്തൻ പടർന്ന് ഇങ്ങനെ തുടക്കമായിട്ടതേ ഉള്ളൂ. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പം തമ്മനയിലൊക്കെ കണ്ടിട്ടാണ് നിങ്ങൾ ഇത് കാണാനായിട്ട് വന്നേക്കെന്നറിയാം. മിനി ചേച്ചി ഇനി കൃഷി നിർത്തിയോ, എന്താണ് കൃഷി ഇനി പരിപാടിയൊന്നും ഇല്ലേ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന ഒരു കമൻറ്റ് എടുത്തിട്ടാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. ഇപ്പം വിദ്യാഭ്യാസവും അതേപോലെ തന്നെ ജോലിയും ഇല്ലാത്തവർക്ക് മാത്രമേ കൃഷി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ചേച്ചി ചുമ്മാ ഡയലോഗ് അടിക്കുന്ന പോലെയൊന്നും അല്ല കൃഷി എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള മറുപടി നിങ്ങൾ തന്നെ അങ്ങ് കൊടുത്തേക്കുക. ആ ഒരു കമൻറ്റ് കണ്ടപ്പോൾ എനിക്കൊരു വിഷമമായിട്ട് തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കുന്നത്. കൃഷിയിൽ നിന്ന് നമുക്ക് ഇങ്ങനെ വിളവ് കിട്ടുമെന്ന് മാത്രമല്ല, നമുക്ക് കൃഷിയിൽ നിന്ന് പല കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ പല ചേഞ്ചസും ഉണ്ടാകാനായിട്ട് സാധിക്കും. പ്രായമുള്ളവർക്കാണെന്നുണ്ടെങ്കിലും കുഞ്ഞു കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും നല്ലൊരു അറിവാണ് നമുക്ക് ഈ കൃഷിയിലൂടെ കിട്ടുന്നത്. ഈ കുഞ്ഞു കുട്ടികളൊക്കെ ഈ പഠിത്തമൊന്നുമില്ലാത്ത ഈ കൊറോണ സമയത്ത് വീടുകളിൽ ഇരുന്നപ്പോൾ ഈ കൃഷിയൊക്കെ ചെയ്തപ്പോൾ അവർക്ക് പല അറിവുകളും അതിനകത്ത് നിന്ന് ലഭിക്കാനായിട്ട് സാധിച്ചു. അപ്പം ഏത് ചെടിയാണ്, എന്താണ് അതിൻ്റെ വിത്ത്, എങ്ങനെയാണ് അതിൽ നിന്ന് വരുന്ന കായ എന്താണ്, അതിൻ്റെ പൂവിൻ്റെ നിറം എന്താണ്, ഇല എന്താണ് ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങൾ, ഇത് എവിടെയാണ് അതിൻ്റെ കാ പിടിക്കുന്നത്, മുകളിലാണോ താഴെയാണോ എന്നൊന്നും അറിയാത്ത കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ പ്രായമായവരും ഉണ്ടായിരുന്നു അറിയാത്തവർ. ഇപ്പം പിന്നെ എങ്ങനെയാണ് മല്ലി ഇല, അതേപോലെ തന്നെ ക്യാബേജ്, കോളിഫ്ലവർ, ക്യാരറ്റ്, ഇതൊക്കെ നമ്മുടെ വീട്ടിൽ എങ്ങനെ ഇത് സസ്യത്തിൻ്റെ മുകളിലാണോ താഴെയാണോ നിലക്കടല ഇത് എങ്ങനെയാണ് പിടിക്കുന്നതൊക്കെ ഉള്ളതായ പല ഡൗട്ടുകളും ഉണ്ടായിരുന്നു. ഈ ഡൗട്ടുകളെല്ലാം മാറിക്കിട്ടാനായിട്ട് നമ്മുടെ ഈ കൊറോണ കാലം സഹായിച്ചു, അതേപോലെ കൃഷി സഹായിച്ചു. അതേപോലെ തന്നെ നമുക്ക് ചെടികൾ നടുമ്പോൾ ഒരുപാട് ക്ഷമയുണ്ടായി. അതുകൂടാതെ തന്നെ വാത്സല്യം, ഈ ചെടികളോട് നമുക്കൊരു പ്രത്യേക വാത്സല്യം. അവരോട് നമ്മൾ വർത്തമാനം പറയാം, അവരെ ഒന്ന് തലോടുക, അതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ തലോടുന്നത് പോലെ തന്നെ ഇവരെ തലോടുമ്പോൾ അവർക്കും ഒരു പ്രത്യേക ആനന്ദമാണ്. അവർ നമ്മളെ മാടി വിളിക്കുന്ന പോലെ, അമ്മ എന്നെ ഒന്ന് തൊടുന്ന് പറയുന്ന മാതിരിയാണ് നമ്മളൊന്ന് വളർത്തുന്നതായ ഓരോ ചെടികളും. തീർച്ചയായിട്ടും എല്ലാവരും ഇതേപോലെ കൃഷി ചെയ്യുക. നമ്മുടെ പ്രകൃതി, നമ്മുടെ കേരളം നല്ല പ്രകൃതി രമണീയമായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ആരും കൃഷിയൊന്നും നിർത്തരുത് കേട്ടോ. അപ്പം നമ്മുടെ കൊച്ചു കേരളം എപ്പോഴും, നമ്മുടെ മുറ്റം എപ്പോഴും ഇങ്ങനെ പൂമ്പാറ്റകളും കിളികളും പച്ചപ്പും ഒക്കെ ആയിട്ട് നിറഞ്ഞ് നിൽക്കട്ടെ. ഉണ്ട്. അപ്പോൾ ഒരു സ്വല്പ സമയം നമ്മൾ മെനക്കെട്ടാൽ ഇതേപോലെ നമുക്ക് നമ്മുടെ പറമ്പിൽ നിന്ന് ഇങ്ങനെ പയറും അതേപോലെ തന്നെ മറ്റുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. കണ്ടോ, പലപ്പോഴും ഞാൻ പറയുന്നതല്ലേ. ഇപ്പം നമ്മൾ ഒരു പയറൊക്കെ അങ്ങോട്ട് നട്ട് കഴിഞ്ഞിട്ട് അതങ്ങോട്ട് തീരുമ്പോഴത്തേക്ക് അടുത്ത പയർ നമ്മൾ നട്ടു തുടങ്ങാം. അപ്പം ഇതേപോലെ നമുക്കിങ്ങനെ വിളവെടുത്തിട്ട് നമുക്ക് നമ്മുടെ ഊൺമേശയിൽ വിഷമില്ലാത്ത കറികൾ നമുക്ക് ഉണ്ടാക്കി വയ്ക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെ അങ്ങോട്ട് ഓഫീസിൽ നിന്നൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മുടെ പറമ്പിൽ നിന്ന് അങ്ങോട്ട് പിച്ചുന്നത് വെച്ചിട്ട് കറി വയ്ക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. എന്ത് രസം ഇങ്ങനെ അങ്ങോട്ട് പറിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഈ പറിച്ചെടുക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെയും അതേപോലെ തന്നെ നമ്മുടെ പ്രായമായ അമ്മച്ചിയോ അപ്പച്ചനോ ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരെ ഇച്ചിരി വെള്ളം ഒഴിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ വിളവെടുക്കാനോ ഒക്കെ അവരെയും കൂടെ കൂട്ടണം. അപ്പോൾ അവർക്കും ഒറ്റയ്ക്കൊക്കെ ഇരിക്കുന്നതായ ആ ബുദ്ധിമുട്ടൊക്കെ അവർക്കും മാറിക്കിട്ടും. ഒരു മൂട് പയർന്നായി കിട്ടുന്ന കേട്ടോ. അപ്പോൾ എല്ലാത്തിൽ നിന്നും നമുക്കിങ്ങനെ ഉള്ളതെല്ലാം പറിച്ചെടുക്കാം. നമ്മുടെ പയറിൻ്റെ നീളം കണ്ടോ? ഡർക്കമംഗള പയറാണ് കണ്ടോ, എന്തോരം നീളം നോക്കിയേ. ഇതുപോലെ ഒരു 4 പയർ മതി കേട്ടോ. എന്തോ നല്ല അടിപൊളി പയർ. ഇതാണ്ടോ ഒരു കൊല ഇതാണ്ട പയർ നിൽക്കുന്നുണ്ടോ, അടിപൊളി. കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് അങ്ങോട്ട് പയർ വെച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇനി നിൽപ്പുണ്ട്. ഇതേപോലെ നമുക്ക് ഓരോന്നും വിളവെടുക്കാനായിട്ട് കഴിയും. നമ്മൾ കുറച്ച് സമയം നമ്മളൊന്ന് മെനക്കെട്ടാൽ മാത്രം മതി. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ നമുക്ക് ജോലി തിരക്കിനിടയ്ക്കാണെങ്കിലും ജോലി ഇല്ലാത്തവർക്കാണെങ്കിലും ജോലി ഉള്ളവർക്കാണെങ്കിലും രാവിലെ തൊട്ട് വൈകുന്നേരം ചെയ്യുന്നവർക്കാണെങ്കിലും വീട്ടിൽ ആരെങ്കിലുമൊക്കെ കാണുമല്ലോ, ഉള്ളവർ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. ഇപ്പോൾ ഈ ലൈനിലാണ് എല്ലാം ഞാൻ മുളകാണ് വെച്ചിരിക്കുന്നത്. ഇപ്പം നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പം നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു മുളകെന്നൊക്കെ വെച്ചാൽ നല്ലതുപോലെ കീടനാശിനികളൊക്കെ തളിച്ചിട്ട് തന്നെയായിരിക്കും കടകളിൽ വരുന്നത്. അപ്പം നമുക്ക് തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മളൊരു പച്ചമുളക് നടുമ്പോൾ അതിനകത്ത് വെള്ളീച്ച വരും, കുരുടിപ്പ് വരും, അങ്ങനെ എന്തെല്ലാം രോഗങ്ങളാണ്, പിന്നെ മഞ്ഞളിപ്പ് വരും. അപ്പം നമുക്കൊരു മുളകും കിട്ടത്തില്ല.
അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത്. അപ്പം നമ്മൾ അത്യാവശ്യം കയറുകളൊക്കെ കൊടുത്താൽ ഞാൻ കുറേ മുളകിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടു നോക്കിയാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് മുളകൊക്കെ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കഴിവിൻ്റെ പരമാവധി നമ്മുടെ ഈ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതൊന്നും ഒഴിവാക്കുക. ഇപ്പം എന്തോരം നമ്മൾ ഹോസ്പിറ്റലിൽ പോക്കൊക്കെ കുറച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ സ്വന്തമായിട്ട് എല്ലാവരും ഇങ്ങനെ പച്ചക്കറി കൃഷിയൊക്കെ കുറഞ്ഞ രീതിയിലെങ്കിലും ഒരു തോരൻ്റെ വകയെങ്കിലും നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ ശരിക്കും അത്രയും വിഷം നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ആശുപത്രി പോക്കൊക്കെ കുറച്ച് വെച്ചിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഇതേപോലെയൊക്കെ എന്തെങ്കിലും കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം എല്ലാവർക്കും നല്ല രീതിയിൽ കൃഷി ചെയ്യാനായിട്ടുള്ള സ്ഥലമോ സൗകര്യമോ പരിമിതികളൊക്കെ ഒരു പരിമിതി ഉണ്ടായിരിക്കും ഇതൊക്കെ ചെയ്യാനായിട്ട് അല്ലേ. എന്നാലും കുറഞ്ഞ സ്ഥലത്താണെന്നുണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം വലുതായ കൃഷികളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കാം. നാട്ടിൻപുറങ്ങളിലായതുകൊണ്ട് നമ്മൾ അത്യാവശ്യം വലുതായ കൃഷികളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം നമ്മുടെ കൃഷികൾ ഞങ്ങൾ ഇങ്ങനെ ഇത്രയും ചെയ്യുന്നു ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം കുറച്ച് പേരെങ്കിലും നമ്മുടെ കൃഷികൾ കാണുമ്പം അത് ഒന്ന് പ്രചോദനമായിട്ട് ചെയ്യണം, മറ്റുള്ളവരുടെ ചെയ്യണം. അതാണ് എൻ്റെ മെയിനായിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് പേരെങ്കിലും ഇങ്ങനെ കൃഷി ചെയ്തിട്ട് വിഷത്തിൽ നിന്ന് ഒന്ന് ഒഴിഞ്ഞു നിൽക്കുമല്ലോ കുറച്ച് പേരെങ്കിലും. എന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങനെ കൃഷി ചെയ്യാതെ മടി പിടിച്ച് ഇങ്ങനെ ഇരിക്കാതെ നമ്മൾ പുറത്തുനിന്ന് വരുന്നത് മാത്രം കഴിക്കാം എന്നും പറഞ്ഞുകൊണ്ട് പൈസ കൊടുത്ത് നമുക്ക് മേടിക്കാം എന്നും പറഞ്ഞുകൊണ്ടിരിക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് മുന്നോട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പലപ്പോഴും ഈ കൃഷികളൊക്കെ കാണിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഓണത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പം ഒരു 5-6 മൂട് കുമ്പളം നട്ടിട്ടുണ്ട്. കുമ്പളമൊക്കെ നല്ല രീതിയിൽ പടർന്ന് ഇങ്ങനെ പോവുകയാണ്. അതിനിങ്ങനെ പന്തലൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് നമ്മുടെ കോവലാണ് പടർന്നു വരുന്നത്. അതിനകത്ത് നല്ലതുപോലെ പടർന്നിങ്ങനെ പന്തലിച്ച് വരുന്നുണ്ട്. അതും നമ്മൾ നെറ്റ് വെച്ചുള്ള പന്തലൊക്കെ കെട്ടിക്കൊടുത്തിട്ട് അത് അങ്ങനെ വളർന്നു പോയി വരുന്നുണ്ട്. അതിനകത്ത് അങ്ങോട്ട് പൂക്കളും കായ്കളും ഒക്കെ ഉണ്ട്. ഇപ്പം കഴിഞ്ഞ വർഷത്തെ കുമ്പളം കൃഷിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഇഷ്ടം പോലെ കുമ്പളമായിരുന്നു. നെയ്ക്കുമ്പളം ഉണ്ടായിരുന്നു, നമ്മുടെ തടിയങ്കായും വലിയ കുമ്പളം ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ പറങ്കാവിന് താഴെയായിട്ട് വീണ്ടും നമ്മൾ കുമ്പളം നട്ടു കൊടുത്തിട്ടുണ്ട്. ആ സ്ഥലം മാറ്റിയിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതാണ്ട് നല്ലതുപോലെ പടർന്നാണ്ട് ഒരു കമ്പൊക്കെ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ പറങ്കിമാവിലോട്ട് കയറ്റി വിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ആ സന്തോഷം മനസ്സിലിരിക്കുന്നത് കൊണ്ട് ഈ പ്രാവശ്യം അതേപോലെ കുമ്പളം നട്ടേക്കാമെന്ന് കരുതി. അപ്പോൾ നല്ല രീതിയിലാണ് 2 കുമ്പളം ഇങ്ങനെ പറങ്കിമാവിലോട്ട് കയറി നല്ലതുപോലെ പടർന്ന് പന്തലിച്ച് പോകുന്നുണ്ട്. അതിൻ്റെ അടിയിൽ നമ്മൾ നല്ലതുപോലെ ജൈവസ്ലറിയും ചാണകവും സൂപ്പർ മീലും എല്ലാം ഒക്കെ കൊടുത്തിട്ട് വെട്ടിയടിപ്പിച്ചൊക്കെ ഇട്ടിരിക്കുക. അപ്പം നമ്മുടെ കുമ്പളങ്ങയിൽ ആദ്യത്തെ കുമ്പളങ്ങ പിടിച്ചു വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സന്തോഷമായിട്ടുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ പിടിക്കുന്നതാണെന്ന് ഇപ്പം മനസ്സിലായി. അപ്പോൾ അതിങ്ങനെ പടർന്ന് പന്തലിച്ച് പറങ്കിമാവിലോട്ട് കയറി പോവുകയാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ ചേനക്കൃഷിയുടെ അടുത്താണ്. ചേനക്കൃഷി ഒക്കെ നല്ല രീതിയിലാണ് നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നത്. ഒരു 60 മൂടോളം ചേന നമ്മൾ നട്ടിട്ടുണ്ട്. എല്ലാവരും നല്ല ഉന്മേഷത്തോടുകൂടി വളർന്നു നിൽപ്പുന്നുണ്ട്. കണ്ടോ നിൽക്കുന്നത്. അപ്പം ഇത്രയൊന്നും നടണമെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ നമ്മുടെ പറമ്പിൽ ഒരു 4, 5 അല്ലെങ്കിൽ ഒരു 2, 3 ചേനയെങ്കിലും ചാക്കിനകത്തെങ്കിലും അല്ലെങ്കിൽ പന്ന ബക്കറ്റിനകത്തോ സഞ്ചിക്കകത്തോ എങ്ങനെയെങ്കിലും നടാനായിട്ട് ശ്രമിക്കുക. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു മാരിയോ അതേപോലെ പ്രളയമോ ഒക്കെ വന്നാലും നമ്മുടെ പറമ്പിലോട്ട് ഓടി ചെന്നിട്ട് നമുക്കൊരു ചേനയൊക്കെ എടുത്തുകൊണ്ട് വന്ന് കറി വയ്ക്കുകയോ പുഴുങ്ങി കഴിക്കുകയോ തോരൻ വയ്ക്കുകയോ ഫ്രൈ ചെയ്യുകയോ എന്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ചേന ഇടയ്ക്കുണ്ടല്ലോ ഞാൻ വെള്ളരിയൊക്കെ നട്ടിട്ടുണ്ട്. വെള്ളരി നട്ടിട്ടുണ്ട്, മത്തൻ നട്ടിട്ടുണ്ട്. അവരെല്ലാം നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട്. ഈ മത്തനൊക്കെ നട്ടതെന്ന് വെച്ചാൽ നമ്മൾ ചിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ചുവട്ട് ഞാൻ കൊണ്ടിട്ടാണ്. അപ്പോൾ അത് വെട്ടിയെടുപ്പിച്ചപ്പോഴത്തേക്ക് എല്ലാവരും നല്ല ഉഷാറായിട്ട് വളർന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ചോളം നട്ടിട്ടുണ്ട്. എല്ലാവരും നല്ല ഉന്മേഷത്തോടുകൂടി വളർന്നു വരുന്നുണ്ട്. കണ്ടില്ലേ, മത്തൻ വളർന്നു വരുന്നുണ്ട്. നല്ല രീതിയിൽ മത്തൻ പടർന്നിങ്ങനെ തുടക്കമായിട്ടതേ ഉള്ളൂ. അപ്പം നമുക്ക് ഓണത്തിൻ്റെയൊക്കെ സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് എന്തായാലും വിളവ് കിട്ടും. ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ നട്ടിരിക്കുന്നത്. അവിടെയുണ്ട് 2 മൂട്, ഇവിടെയുണ്ട്. അപ്പുറം ഇപ്പുറമൊക്കെ ഇങ്ങനെ ചോളവും നട്ടിട്ടുണ്ട്. അപ്പം ചേനയുടെ തടത്തിൽ നിന്നുള്ള സ്വല്പം വളമൊക്കെ ഇവരും വലിച്ചെടുത്തിട്ട് ഇവരും നല്ല ആരോഗ്യത്തോടുകൂടി വളർന്നു വരുന്നുണ്ട്. അടുത്തെന്ന് വെച്ചാൽ വെള്ളരി കണ്ടില്ലേ, വെള്ളരിയും ഇതിനിടയ്ക്കെല്ലാം നല്ലതുപോലെ പടർന്ന് കയറി വരുന്നുണ്ട്. എന്തായാലും ഇതിനകത്തും പൂക്കളും കായ്കളും ഒക്കെ ചെറുതായിട്ട് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കാണിക്കാൻ വേണ്ടി ആയിട്ടില്ല. ചെറിയ കായ്കൾ ഇങ്ങനെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതും ഓണ സമയമാകുമ്പോഴത്തേക്ക് നമുക്കിത് റെഡിയായി കിട്ടും. അപ്പം നമ്മുടെ വെള്ളരിക്കുഞ്ഞ് വരാനായിട്ട് തുടങ്ങി. കണ്ടോ, മഴ ആയതുകൊണ്ട് ഇവിടെ എല്ലാം കുഞ്ഞു പുല്ലുകൾ കണ്ട് ഇഷ്ടംപോലെ വളർന്നു വരുന്നുണ്ട്. അപ്പം ചെറുതായതുകൊണ്ട് നമ്മുടെ കോഴികൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് പറിച്ച് അവർക്ക് കൊണ്ട് ഇട്ട് കൊടുക്കും. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. അപ്പോൾ തുടക്കത്തിൽ മുതലേ ഞാൻ പറയുന്നൊരു കാര്യമാണ്, നമ്മളിപ്പോൾ ഒരു വിളവ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്തത് നമ്മൾ നടണമെന്നുള്ളത്. അപ്പം നമ്മൾ ലോക പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ നട്ട പയറൊക്കെയാണ്. 20 ഗ്രോ ബാഗിനകത്ത് നമ്മൾ പച്ചക്കറി നട്ടിട്ടുണ്ടായിരുന്നു.
അതിനകത്ത് 1-2 ഗ്രോ ബാഗ് ഒഴിച്ച് നമുക്ക് ബാക്കി എല്ലാം നമ്മുടെ പച്ചക്കറികളും വളർന്നു വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പയറൊക്കെ ദാണ്ട് 4 പരുവമൊക്കെ ആയി വരുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഇനി വളം ഇട്ട് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട്. ഞാനിപ്പം ആദ്യം ചെയ്ത് കുറച്ച് 1 സ്പൂൺ സ്യൂഡോമോണസ് എടുത്തിട്ട് എല്ലാത്തിനും കലക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ചാണകവും സൂപ്പർ മീലും ഒക്കെ ഇട്ടിട്ട് കുറച്ച് മണ്ണും കൂടെ ഇതിനകത്ത് കയറ്റി കൊടുക്കണം. അപ്പം എല്ലാം ഇങ്ങനെ കിളിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ വെണ്ടക്കുട്ടി വന്നിട്ടുണ്ട്, ചതുരപ്പയർ കിളിച്ച് വന്നിട്ടുണ്ട്. അപ്പം വലിയ ആരോഗ്യമൊന്നുമില്ല. അതിന് വളമൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് അവരെല്ലാം അങ്ങ് നേരെ ആയിക്കോളും. വെണ്ട, കുമ്പളമാണോ ഇത്? ചൊരയ്ക്ക 2 പേര് അനങ്ങാതെ നിൽപ്പുണ്ട്. ചതുരപ്പയറായിരുന്നത്. ചതുരപ്പയർ കിളിക്കാൻ ഇച്ചിരി സമയമെടുക്കും. ഇത് പടവല. അങ്ങനെ എല്ലാവരും വളർന്ന് വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണ്, ഏത് ജോലിയുള്ളവർക്കാണെന്നുണ്ടെങ്കിലും രാവിലെ ഒരു അരമണിക്കൂർ, വൈകുന്നേരം ഒരു അരമണിക്കൂർ നമ്മുടെ ഈ ചെടികൾക്ക് നമ്മുടെ ഒരു കെയർ കൊടുക്കാമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഒരു നോട്ടം ഉണ്ടെങ്കിൽ, നമ്മുടെ ഒരു ശ്രദ്ധയുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് തീർച്ചയായിട്ടും വിഷമില്ലാത്ത പച്ചക്കറികളൊക്കെ കഴിക്കാനായിട്ട് സാധിക്കും. പ്രായഭേദമന്യേ എല്ലാവരും കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പം മന്ത്രിമാർ പോലും തിരുമേനിമാർ പോലും ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട്. അച്ഛന്മാർ എല്ലാവരും അതിന് സമയം കണ്ടെത്തുന്നുണ്ട്. അവർക്ക് പല പല ജോലികളുണ്ടെങ്കിൽ തന്നെയും അവരെല്ലാവരും ഇപ്പം കൃഷിയിൽ മുന്നോട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും എന്നുവെച്ചാൽ കുഞ്ഞു മക്കൾ പോലും, ഒരു 3 വയസ്സുള്ള അല്ലെങ്കിൽ 2 വയസ്സുള്ള കുഞ്ഞുങ്ങൾ പോലും ഇപ്പം പേരൻസിനോടൊപ്പം കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ കൃഷിയുടെയൊക്കെ വീഡിയോ ഒക്കെ കാണിക്കുമ്പോൾ ഓരോരുത്തർ പറയാറുണ്ട്, ചേച്ചി തക്കാളിയൊക്കെ നമ്മുടെ വീട്ടിൽ പിടിക്കുമെന്ന് ഞാൻ കരുതിയിട്ടേ ഇല്ല. അതുപോലെ കോളിഫ്ലവർ, ക്യാബേജ് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടാവുമോ ചേച്ചി എന്നൊക്കെ ഡൗട്ട് ചോദിച്ചവർ ഇഷ്ടംപോലാണ് അതെല്ലാം കൃഷി ചെയ്ത് നമ്മുടെ വീഡിയോസൊക്കെ കാണിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു പച്ചമുളകെങ്കിലും നമ്മുടെ വീട്ടിൽ നമ്മുടെ മുറ്റത്ത് നമ്മൾ നടാനായിട്ട് ശ്രമിക്കണം. അതിന് വലിയ പ്രയാസമൊന്നുമില്ല. നമ്മൾ വാങ്ങുന്ന ഒരു പച്ചമുളക് എടുത്തിട്ട് അതൊന്ന് പൊട്ടിച്ച് നമ്മുടെ ഏതെങ്കിലും ഒരു ഗ്രോ ബാഗിലോ മണ്ണിലോ ഇട്ടാൽ അതിന് കിളിച്ച് വരും. ഇപ്പം ജോലി ചെയ്യുന്നവരാണെങ്കിൽ പോലും അവരുടെ ജോലി തിരക്കിനിടയ്ക്ക് പോലും ഒരു അല്പസമയം നമ്മൾ ഈ കൃഷിക്ക് വേണ്ടി ചെയ്താൽ അവരുടെ ടെൻഷനൊക്കെ ഒന്ന് മാറിക്കിട്ടിട്ട് അവർക്ക് ഒരു റിലാക്സേഷൻ ഇതിനകത്തുനിന്ന് അവർക്ക് തീർച്ചയായിട്ടും കിട്ടും. നിങ്ങൾ മറ്റൊന്നും വിചാരിക്കാതെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം ജോലി തിരക്കിനിടയ്ക്ക് ഉള്ള ഇതെന്ന് വെച്ചാൽ ഒരു വിത്തിട്ട് അത് വെയിറ്റ് ചെയ്ത് അതിൻ്റെ ഒരു സംഭവം എടുത്തിട്ട് കറി വയ്ക്കാനുള്ളതായ സമയമൊന്നും ആർക്കും ഇല്ല. ക്ഷമയില്ല. ഒന്നാമത്തെ കാര്യം സമയമില്ല, ക്ഷമയില്ല. പിന്നെ ഇതിന് വരുന്ന രോഗങ്ങൾക്ക് ചികിത്സിക്കാനുള്ള സമയം ഒട്ടുമില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴെന്ത് ചെയ്യും? കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതാണ് എളുപ്പമെന്ന് പലർക്കും തോന്നാറുണ്ട്. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇപ്പം കൃഷി പാവങ്ങൾക്കോ അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലാത്തവർക്കോ വേണ്ടി മാത്രമുള്ളതല്ല കേട്ടോ. എല്ലാവർക്കും കൃഷി ചെയ്യാം. അതിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ വിളവും എടുക്കാം. നമുക്ക് നമ്മുടെ ഊൺ മേശയിൽ നല്ല വിഷമില്ലാത്ത പച്ചക്കറികളൊക്കെ വിളമ്പി നമുക്ക് കുടുംബസമേതം കഴിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ കൈവശം കൂടുതൽ പച്ചക്കറികളുണ്ടെങ്കിൽ നമ്മുടെ വരുന്ന സുഹൃത്തുക്കൾക്കോ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോ ഒക്കെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ആരും കൃഷി ചെയ്യാതെ ഇരിക്കരുത്. എല്ലാവരും നല്ല ഉന്മേഷത്തോടെ കൃഷി ചെയ്യുക. ആരും തളരരുത്. എന്നുവെച്ചാൽ ഈ കൃഷി ചെയ്തിട്ട് പുറകോട്ട് പോകുന്ന കുറേ പേരുണ്ട്. അവരാരും തോറ്റു എന്ന് കരുതി പുറകോട്ട് പോകരുത്. കൂടുതൽ ഉന്മേഷത്തോടെ മുന്നോട്ട് വരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാമെന്ന് ഞാൻ പറയുന്നില്ല. അത് നിങ്ങളുടെ ഇഷ്ടം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.